അപ്പോഴാണ് അവിടേക്ക് സിയോക്കും വരുന്നത്. അങ്ങനെ അവനെ കണ്ട് ഇവളും എങ്ങനെയും ജിയോങ്ങിനെ കാണാൻ പോകണമെന്ന് ഇവന്റെ അടുത്ത് കെഞ്ചുമ്പോഴാണ് അവനെ ഇവള് വിഷമിക്കുന്നുണ്ട്. ആ ചീഫിനോട് ചെന്ന് സംസാരിച്ചു നോക്കും. അതുകൊണ്ട് ആ ചീഫും ഇവരോട് പാവം തോന്നി വേറെ ആരും അറിയാതെ സീക്രട്ട് ആയിട്ട് ഡോഹിയെ പുറത്തേക്കാക്കും. അതേസമയം യങ്സിയും പാർക്കും കൂടെ ജിയോങ്ങിനെ അഡ്മിറ്റ് ആക്കിയിട്ട് ഇവർ മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് ഡോക്ടറും അവനിനി ഈ രാത്രി വരെ ജീവനോടിരിക്കത്തുള്ളൂ എന്ന് പറയും. ഇതോടെ അവര് വിഷമിച്ചിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം സിയോക്കും ഡോഹിയും വിളിച്ചോണ്ട് അവിടേക്ക് വരും. അങ്ങനെ ഡോഹി അപ്പൊ തന്നെ അവന്റെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് യങ്സി ഇവളെ കണ്ട് ദേഷ്യത്തി എടി നീ ഇപ്പൊ നിന്നെ ഇവിടെ കൊന്ന് നീ കാരണോ ജിയോങ്ങിന് ഇതൊക്കെ സംഭവിച്ച എന്നിന്നെ ഡോഹിയോട് ദേഷ്യപ്പെടുമ്പോഴാണ് പാർക്ക് അവിടേക്ക് വന്ന് ഇപ്പൊ ജിയോങ്ങിന്റെ ജീവൻ രക്ഷിക്കുന്ന വലുതെന്ന് പറഞ്ഞിട്ട് അവളെ സമാനപ്പെടുത്തി പുറത്തേക്ക് വിളിച്ചോണ്ടുപോകും. അതിനുശേഷം ഡോഹിയും ജിയോങ്ങിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കൈയെടുത്ത് അവന് കൊടുക്കുമ്പോഴാണ് സിയോക്കും പുറത്തിരുന്നോണ്ട് ഇവിടെ എന്തോ സംഭവിക്കുന്നെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കും. അതോടെ അവന് പിടികിട്ടി അവന്റെ പവേഴ്സ് ഒക്കെ ഇവളെ തൊട്ടാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതിനുശേഷം സിയോക്ക് ഇവർ ഒറ്റയ്ക്കാക്കാൻ വേണ്ടി അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഡോഹിയും അവന്റെ കൈയെടുത്ത് ഇവളുടെ കൈ പിടിപ്പിച്ചിട്ട് അവനെ തിരിച്ച് ജീവനോട് വരാൻ പറയും. പക്ഷെ അതേസമയം അവന്റെ പവർ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതോടെ അവള് വിഷമിച്ച് പൊട്ടിക്കരയുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ പവർ വർക്കായി അവന്റെ ജീവൻ തിരിച്ചു വരും. ഇതോടെ അവളെ സന്തോഷത്തി അവൾ എത്ര പേടിച്ചെന്ന് അവന് വഴക്ക് പറയുമ്പോഴാണ് അവൻ അവളെ ഹഗ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ അവന്റെ പവർ യൂസ് ചെയ്തോട്ടെ ചോദിക്കും. അങ്ങനെ ഇവരുടെ ഒരു ഹഗ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് യങ്സിയും ദേഷ്യത്തി അവിടെ നിന്ന് പോകും. അതേസമയം സിയോക്ക് ഇത് കണ്ടിട്ട് മൊത്തത്തിൽ ഷോക്കാവും. ഇത്ര സമയം മരിച്ചു പോകുമെന്ന് പറഞ്ഞ് ഇവൻ എങ്ങനെ തിരിച്ച് ജീവനോട് വന്നെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു ഫുൾ മൂൺ ഡേ വരാൻ. അങ്ങനെ അത് നോക്കിയിട്ട് മറ്റേ ലേഡിയും ജിയോങ്ങിനെ രക്ഷിച്ചത് ഇപ്പം അവളുടെ ലൈഫിനെ തന്നെ ഡേഞ്ചർ ആക്കാൻ പോവാന്ന് ഇവര് ഡോഹിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവര് നോർമലായിട്ടുള്ള മനുഷ്യൊന്നുമല്ല. അവരെപ്പോഴും ഇട്ടേക്കുന്ന തൊപ്പി കാണുമ്പോൾ തന്നെ അറിയാം ഇവരാരാന്ന്. അതിനുശേഷം ജിയോങ് അവന്റെ പവർ ചാർജ് ചെയ്തോണ്ട് അവർ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സിയോക്കും വന്ന് ഇവർക്കിപ്പോ തിരിച്ചു പോകാൻ സമയമായെന്ന് പറയും. അതിനുശേഷം അവളും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാന്ന് ജിയോങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് പോകുന്നുണ്ട് യങ്സിയും അസൂയപ്പെട്ട് ഇപ്പൊ ഇവളെക്കാളും ഡോഹിയോ ജിയോങ്ങിനോട് ക്ലോസ് ആയെന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കും. അതിനുശേഷം ഇപ്പൊ സിയോക്ക് അവളെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് അവനൊന്നും മിണ്ടായിരിക്കുന്നുണ്ട്. ഇവൾ അവന് സത്യം ഒന്നും അറിയേണ്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഡോഹി ഞാൻ ചോദിച്ചാൽ നീ ഒന്നും പറയാൻ പോകുന്നില്ല പിന്നെ തന്നെ ഞാൻ വെറുതെ ചോദിക്കുന്നത് ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളത് മനസ്സിലാക്കി അവന് താങ്ക്സ് പറയും. അപ്പോഴാണ് അവനും ഇനി താങ്ക്സ് സോറി എന്നൊന്നും അവനോട് പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവള് സേഫ് ആയിട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വിളിച്ചോണ്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് ഇപ്പൊ ജിയോങ് കണ്ണുറന്ന് നോക്കുമ്പോഴാണ് അവൻ മൊത്തത്തിൽ കത്തി പോകുന്ന പോലെ അവനൊരു സ്വപ്നം വരും. അതോടെ അവനും പേടിച്ച് എഴുന്നേക്കുമ്പോഴാണ് പാർക്ക് ചെയ്തിട്ട് ബോസ് നിങ്ങൾ എഴുന്നേറ്റോ ഏതിന് അവനും ഓടിയെന്ന് ഹഗ് ചെയ്യും. അപ്പോഴാണ് ഇവന് പാർക്കിനെ അടിച്ച് മാറ്റിയിട്ടിട്ട് ഡോഹി എന്തിയ ഏതിന് അവന് ആദ്യം അവളെ കുറിച്ച് തന്നെ തിരക്കും. അതേസമയം ഡോഹിയും പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആ ചീഫിന്റെ അസിസ്റ്റന്റ് വന്നിട്ട് എവിഡൻസ് ഇല്ലാത്തോണ്ട് ഡോഹിയെ പുറത്താക്കാന്ന് പറയും. അതോടെ അവൾ അപ്പൊ തന്നെ അവിടുന്ന് ജിയോങ്ങിനെ കാണാൻ വരുമ്പോഴാണ് അതേസമയം ജിയോങ്ങും അവനിപ്പോ ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് പാർക്കിനിട്ട് കുറെ പണി ചെയ്യിപ്പിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് അവനും ബോസ് നിങ്ങളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനുമ്പ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഭാഗ്യം ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ട ഞാൻ മൊത്തത്തിൽ പേടിച്ചു പോയിരുന്നെന്ന് ഏതിന് ഇവൻ പറയുമ്പോഴാണ് ജിയോങ്ങും നീ എന്തിനാ പേടിക്കുന്നത് ഞാനൊരു ഡീമാണ് എനിക്കൊന്നും പറ്റത്തില്ല ഏതിന് അവനും പറയുമ്പോ തന്നെ അവന് നെഞ്ചുവേദന എടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് പാർക്കും ബോസ് നിങ്ങൾ റെസ്റ്റ് എടുക്ക് നിങ്ങൾ ഇതുവരെ ഫുള്ളും ഗുണമായിട്ടില്ല ഏതിന് അവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കുറെ പേര് ഫ്ലവേഴ്സ് ആയിട്ട് വരും. ഇത് കണ്ട് ഇവന്മാരൊന്നും മനസ്സിലാവാൻ നോക്കുമ്പോഴാണ് അതിനകത്ത് വൈൽഡ് ഡോഗ്സ് എന്ന് പറഞ്ഞ് ഒരു ഗ്യാങ്ങിന്റെ പേര് എഴുതിയേക്കും. അപ്പോഴാണ് ഇവനും മനസ്സിലാവുന്നത് ഇത് മറ്റവന്മാരുടെ പണിയാണ്. അങ്ങനെ ഇവന്മാരും പുറത്തേക്ക് പോയി നോക്കുമ്പോഴാണ് മറ്റവനും ജിയാങ്ങിനെ കണ്ട് ബോസ് നിങ്ങൾ ആരെ കുത്തിയിട്ടെ അവൻ ആരാന്ന് പറ ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി കൊല്ലാം ഏതിന് ഇവന്മാരൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ ജിയോങ് വെറുതെ ഇവിടുന്ന് ശല്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവന്മാരെ പോകാൻ പറയും. അപ്പോഴാണ് ഇവന് വേണ്ടി നെഞ്ചോൻ എടുക്കുമ്പോൾ ഇത് കണ്ട് അവന്മാരെല്ലാം കൂടെ ഡോക്ടറിനെ വിളിക്കും. അങ്ങനെ അവസാനം ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവൻ 5 മീറ്റർ ഗ്യാപ്പ് ഇട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോകും. അതിനുശേഷം ഇത് സീരിയസ് ആയിട്ട് എടുത്ത അവന്മാരും ഒരു ടേപ്പ് എടുത്ത് കറക്റ്റ് അളന്ന് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവന്മാരും പ്രൊട്ടക്ഷന് വേണ്ടി നിൽക്കും. അപ്പോഴാണ് അവിടേക്ക് ഡോഹിയും അവളുടെ സെക്രട്ടറിയും കൂടെ വരുമ്പോൾ ഇത് കണ്ട് അവന്മാരെല്ലാം കൂടെ ബോസിന്റെ വൈഫ് വരുന്നെന്ന് പറഞ്ഞ് അവൾക്ക് സല്യൂട്ട് ചെയ്യും. ഇതോടെ അവളും സെക്രട്ടറിയോട് ഇവരെയൊന്നും മൈൻഡ് ചെയ്യാതെ നൈസിന് അകത്തേക്ക് കയറാന്ന് പറയും. അപ്പോഴാണ് ഡോഹി അവിടെ വന്നുണ്ട് ജിയോങ് സന്ദേശത്തി ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലും. ഡോഹി നിനക്കറിയോ ഞാൻ കില്ലറിനെ കണ്ടായിരുന്നു നമുക്കിപ്പൊ തന്നെ അവനെ പോയി കൊല്ലാം അവൻ എത്ര സന്തോഷത്തോടെയാണോ എന്നെ കുത്തിയത് അതേപോലെ അവന്റെ നെഞ്ച് ഞാൻ കത്തി ഇറക്കും ഏതിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും ജിയോങ് നീ ആദ്യം റെസ്റ്റ് എടുക്ക് ഇതുവരെ നിനക്ക് ഫുള്ളും ഗുണമായില്ല അതിനുശേഷം മതി നമുക്ക് റിവഞ്ച് ഒക്കെ ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ഇല്ല പുറത്താ കാലമാടന്മാരൊക്കെ നിൽക്കുന്നുണ്ടില്ല ഇവന്മാരുള്ളപ്പോ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് പോരാതെ നീ എന്റെ അടുത്തുള്ളതാ എന്റെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഏതിന് അവനും റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പോൾ ഇത് കേട്ട് അവർ രണ്ടുപേരും കൂടെ മെൽറ്റ് ആവും. അപ്പോഴാണ് അതേസമയം ഇപ്പോ സിയോക്കിനെ കാണിക്കുന്നത് അവന് കമ്പനി ചെന്നിട്ട് ഇന്നലെ ക്രിറ്റിക്കലായിട്ട് കടന്ന അവൻ എങ്ങനെ പെട്ടെന്ന് ഗുണമായെന്ന് ഇവൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഡോഹിയുടെ കയ്യിൽ ഇതുവരില്ലാത്ത ഡാറ്റയൊക്കെ ഉള്ളത് കൊണ്ട് അവന് മൊത്തത്തിൽ ഡൗട്ട് ആവും. എന്നിട്ട് ഇപ്പൊ ആ കില്ലറും പേടിച്ച് അവന്റെ ബോസിനെ മെസ്സേജ് അയക്കും. അതായത്
അതായത് നമ്മൾ മുമ്പ് ഗസ് ചെയ്ത പോലെ ആ മെസ്സേജ് വന്നേക്കുന്നത് ഡൊക്യുങ്ങിനാണ്. അപ്പോഴാണ് അവനും പേടിച്ച് ആ ഡീമൻ എന്റെ ഫേസ് ഉണ്ട്, മിക്കവാറും അവനെ വന്ന് കൊല്ലും എന്നിന് ആ കില്ലർ പേടിച്ച് ഇവന് മെസ്സേജ് അയച്ചേക്കും. അതിനുശേഷം അന്ന് രാത്രി ജിയോങ് ഡിസ്ചാർജ് ആയി അവളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അവനും ഡോഹി ഇതുവരെ എനിക്ക് എന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇനിയും നിന്റെ പവർ യൂസ് ചെയ്യണമെന്ന്. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് ആണെന്ന് തോന്നുന്നു, എന്നാലേ നിനക്ക് പെട്ടെന്ന് പവർ കിട്ടത്തുള്ളൂ. എന്നിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓക്കെ അതും നല്ല ഐഡിയ, എങ്കിൽ പിന്നെ നമുക്ക് ഹഗ് ചെയ്യാം. എന്നിന് അവൻ അവളെ പിടിച്ചടിപ്പിച്ചിട്ട് അവന്റെ പവറൊക്കെ ചാർജ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം അവളും കണ്ണോർന്ന് നോക്കുമ്പോഴാണ് ജിയോങ്ങിനെ കണ്ടിട്ട് അവൾക്കും യങ്സി പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരും. ഇവള് കാരണോ ഇവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അതോടെ അവളോട് തന്നെ കുറ്റബോധം തോന്നി ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിയോങ് കണ്ണു പറഞ്ഞിട്ട് ഡോഹി നീ എഴുന്നേറ്റോ, എങ്കിൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ ആ കില്ലറിനെ ചെന്ന് കണ്ടുപിടിക്കാം, അതാ നമ്മുടെ ഫസ്റ്റ് പണി. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ജിയോങ് ഇതുവരെ നീ ഫുള്ളും ഗുണമായിട്ടില്ല, നീ ആദ്യം റെസ്റ്റ് എടുക്ക്. എന്നിന് അവൾ വേണ്ടെന്ന് പറയുമ്പോഴാണ് അവൻ ആദ്യം റിവഞ്ച ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റെഡിയാകാൻ പോകുമ്പോഴാണ് വീണ്ടും അവന് നെഞ്ചോൻ എടുക്കുന്നത്. അതോടെ അവൾ അവനെ പിടിച്ച് കടത്തി റെസ്റ്റ് എടുക്കാൻ പറയുമ്പോഴാണ് ജിയോങ് അവളുടെ കൈ പിടിച്ച് നോക്കിയിട്ട് അവന് പവർ യൂസ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അത് വീണ്ടും വർക്ക് ചെയ്യാത്തത്. ഇത് കണ്ടിട്ട് അവളും ജിയോങ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും നിനക്ക് ഇതിന്റെ പവർ ചാർജ് ചെയ്യണമെന്ന്. ഏതിന് അവൾ പറയുമ്പം അവൻ അടുത്തേക്ക് വന്നിട്ട് എങ്കിൽ പിന്നെ ഡോഹി ഇന്നൊരു ദിവസം ലീവ് എടുത്തോടെ, ഇന്ന് ഫുള്ള് ഞാൻ എന്റെ പവർ യൂസ് ചെയ്ത് ഞാൻ ഒന്ന് ചാർജ് ചെയ്തിട്ട്. ഏതിന് ഇവന് റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പം അവള് നെർവസ് ആയി കമ്പനിക്ക് വേണമെന്ന് പറയും. അപ്പോഴാണ് അവനും ഡോഹി നീയല്ലേ കമ്പനിയുടെ ബോസ്, നിനക്ക് ലീവ് എടുത്തുന്ന പ്രശ്നം. ഏതിന് അവന് ഫോഴ്സ് ചെയ്യുമ്പോൾ തന്നെ അവളും പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ അവന്റെ പവർ ചാർജ് ചെയ്യട്ടെന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യും. അതിനുശേഷം ഇവരെ കാണാൻ വേണ്ടി പാർക്കോ സെക്രട്ടറിയും കൂടെ വരും. അപ്പോഴാണ് ജിയോങ് അവളുടെ കൂടെ റെഡിയായി ഇവനും കൂടെ കമ്പനി വരാന്ന് പറയുമ്പോഴാണ് അവൾ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവനെ റെസ്റ്റ് എടുക്കാൻ പറയും. ഇതോടെ അവനും ഇവൻ കൂടില്ലാത്ത സമയത്ത് ആ കില്ലറെല്ലാം വീണ്ടും വന്നാന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആകുമ്പോഴാണ് പാർക്ക് അടുത്തേക്ക് വന്നിട്ട് ജിയോങ്ങിനെ ആദ്യം റെസ്റ്റ് എടുക്കാൻ പറയും. ഇത് കേട്ട് അവനും ഞാൻ റെസ്റ്റ് എടുക്കണ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കണ്ടേ, അത് പറയാൻ നീ ആരാ എന്ന് പാർക്കിനോട് ചോദിക്കുമ്പോഴാണ് അവനും കുറച്ച് ഫീലായി ബോസ് ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റാ, എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ നിന്നെ ജോലിന്ന് പുറത്താക്കുക, നീ ആരാന്ന് എനിക്ക് അറിയത്തില്ല. ഏതിനെ ജിയോങ്ങും പറഞ്ഞോടെ ഇത് കേട്ട് അവന് ഫീൽ ആയതുപോലെ ആക്ട് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് സെക്രട്ടറിയും ഓക്കെ ഇതിനെല്ലാം എന്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. ഏതിന് ഇവർ 4 പേരും കൂടെ ഒരുമിച്ച് സെക്രട്ടറിയുടെ കാറി കമ്പനിയിലേക്ക് പോകും. ഇത് കണ്ട് പാർക്കും എല്ലാവർക്കും ഇരിക്കാനുള്ള കിടിലം കാറെന്ന് പറഞ്ഞ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചോണ്ട് വരും. അതേസമയം ഡോഹി അവളുടെ കൈ കൊടുത്ത് അവന്റെ പവർ ചാർജ് ചെയ്യാൻ പറയുമ്പോഴാണ് ഇത് കണ്ട് അവനും നീയല്ല എന്നോട് പറയാറുള്ള പബ്ലിക് പ്ലേസിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൈയൊന്നും പിടിക്കില്ലെന്ന്. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇപ്പൊ കല്യാണം ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അതോടെ അവന് സന്തോഷത്തി ഇവര് കമ്പനി പോകുന്ന വഴിക്ക് തന്നെ അവന്റെ പവർ യൂസ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവന് കമ്പനിയിലേക്ക് ചെല്ലുമ്പോഴാണ് മറ്റേ ഡോഹിയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞവനും ഇവര് പേടിപ്പിച്ചുകൊണ്ട് അവൻ സത്യം എന്നറിയാതെ ഡോഹിയെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞെന്ന് എല്ലാവരോടും സോറി അയക്കും. അതുകൊണ്ട് എല്ലാവരും വീണ്ടും അവളെ കുറിച്ച് നല്ല രീതിക്ക് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരും കേക്ക് സർപ്രൈസ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ജിയോങ് സന്തോഷത്തി കേക്കോ ഏതാ സ്ട്രോബെറി ആണോ. ഏതിന് അവൻ അപ്പം തന്നെ കേക്ക് കഴിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവിടെ ഇരിക്കുന്നത് അവന്റെ ഫേവറേറ്റ് സ്ട്രോബെറി കേക്ക് അല്ല. എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനത് കഴിക്കാൻ പോകുമ്പോഴാണ് ഇവെല്ലാം വീണ്ടും അതിനുമ്പേ തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവിടുത്തെ പോപ്പൊക്കെ പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് അത് തീക്കകത്ത് വീണ് കത്താൻ തുടങ്ങും. അപ്പോഴാണ് ജിയോങ്ങിന് പെട്ടെന്ന് ഇതിനുമ്പെന്ന് ആ സ്വപ്നം വരുന്നത് ഇവൻ ഫുള്ളും തീക്കകത്ത് കത്തുന്ന പോലെ. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് ഇത് പാർക്ക് നോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവനെ ഫോളോ ചെയ്ത് പുറയിലേക്ക് ചെല്ലും. ബോസ് നിങ്ങൾ എന്തുകൊണ്ടിട്ട് അങ്ങനെ പേടിച്ചു കുറച്ച്. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ജിയോങ് സത്യമൊന്നും പറയാതെ മറച്ചു വയ്ക്കാൻ നോക്കും. എടാ വെറുതെ എന്നെ ചോദ്യം ചെയ്യാതെ നിനക്ക് പണിയൊന്നുമില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകും. ഏതിന് അവനും പറഞ്ഞിടാൻ നോക്കുമ്പോൾ പാർക്കും വിടാതെ ഒരേശം അവനിപ്പോ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യം അവൻ ഡോഹിയോട് ചെന്ന് പറയാന്ന് പറയും. അപ്പോഴാണ് അവനും ഓക്കെ ഞാൻ പറയാം, നീ ഇതിന് എല്ലാ കാര്യം അവളോട് പറയാൻ പോന്നെ, ഞാൻ നിന്നോട് പറയാൻ മറന്നു. എനിക്കൊരു സ്വപ്നം വന്നായിരുന്നു, ഞാൻ മൊത്തത്തിൽ തീക്കകത്ത് കത്തി പോകുന്ന പോലെ, അതേപോലെ എനിക്ക് ഇപ്പോഴും വന്ന് ആ തീ കണ്ടപ്പം. ഏതിന് ഇവനും പറയുമ്പോഴാണ് പാർക്കും പേടിച്ചിട്ട് ബോസ് ഇതൊക്കെ നിങ്ങളുടെ പവർ നഷ്ടപ്പെടുന്നോണ്ടാണ് തോന്നുന്നത്. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും ആയിരിക്കും, എന്തായാലും ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പേടിയൊക്കെ മനുഷ്യർക്ക് മാത്രമേ വരത്തുള്ളൂ, ഡീമനും വരത്തില്ല. ഇപ്പൊ എനിക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്, എന്റെ പവർ തിരിച്ചു കിട്ടിയ ഉടനെ മൊത്തത്തിൽ എല്ലാ പ്രശ്നവും സോൾവ് ആവും. ഏതിന് അവനെ തന്നെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം യങ്സിയും ജിയോങ്ങിനെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് വരുന്നത്. അങ്ങനെ അവളും ജിയോങ് എവിടെ നിന്ന് അവരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ പുറത്തേക്ക് പോയേക്കോന്ന് പറയും. അപ്പോഴാണ് യങ്സി എങ്കിൽ പിന്നെ ഡോഹി മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ കാണാൻ വേണ്ടി പോകും. അതിനുശേഷം സെക്രട്ടറിയും യങ്സി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവര് പുറത്തേക്ക് പോകുമ്പോഴാണ് ഡോഹി ഇവളെ കണ്ടിട്ട് കുടിക്കാൻ വല്ലതും വേണം ചോദിക്കും. അപ്പോഴാണ് അവളും പുച്ചത്തി ഡോഹി ഞാൻ ഇവിടെ നിന്നോട് പഞ്ചാര അടിക്കാനല്ല വന്ന്, ഞാൻ വന്നത് നിന്നെ വാൺ ചെയ്യാനാ. ഇപ്പൊ ജിയോങ്ങിന് ഇങ്ങനത്തെ അവസ്ഥ വരാൻ കാരണം തന്നെ നീയാ, അത് നിനക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇനി മേലെ നീ അവനായിട്ട് ശല്യപ്പെടുത്താതെ നിന്റെ പ്രശ്നം നീയായിട്ട് തന്നെ സോൾവ് ചെയ്യും. എനിക്കറിയാം അവന്റെ പവർ നിന്റെ അടുത്തുള്ളതുകൊണ്ട് നീ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് നിന്റെ പ്രശ്നമെല്ലാം അവനെ കൊണ്ട് തീർക്കുവാന്ന്. പക്ഷെ നീ കാരണം അവൻ മരിക്കുന്ന അവസ്ഥ വരെ പോയി. ഇനി നീ ഇങ്ങനെ സെൽഫിഷ് ആയിട്ടിരിക്കാൻ പോകണോ. ഏതിന് അവളും ഡോഹിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതേസമയം പാർക്കും ആ ഡീമണ്ട് ബുക്ക് ആരോ കട്ടണ്ടോ ഇതെന്ന് അറിയും. പക്ഷെ CCTV നോക്കിയിട്ട് അതിനകത്ത് ആ ഫൂട്ടേജ് മാത്രം കാണത്തില്ല, കാരണം ആ കില്ലർ മൊത്തത്തിൽ ഹാക്ക് ചെയ്താണ്. അപ്പോഴാണ് ജിയോങ് ടെൻഷനായി അപ്പൊ ഇവനൊരു ഡീമണാന്നുള്ള കാര്യം ആ ബുക്ക് എടുത്ത ആളിന് അറിയാന്ന് അവന് സംസാരിച്ചോണ്ട് പാർക്കുമായിട്ട് തിരിച്ച് കമ്പനിയിലേക്ക് വരും. അപ്പോഴാണ് ഡോഹിയുടെ റൂമിൽ ഇരുന്ന് ജിയോങ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇവനെ കണ്ട് അവൾ ഓടിച്ചെന്ന് ഹഗ് ചെയ്തിട്ട് ജിയോങ്
ജിയോങ് നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ, നിന്നെ ഓർത്ത് ഞാൻ കുറെ വിഷമിച്ചായിരുന്നു. ഏതിന് അവൾ അവനെ ഹഗ് ചെയ്യുന്നൊക്കെ ഡോഹി അകത്തിരുന്ന് കണ്ടോണ്ടിരിക്കും. അതിനുശേഷം പാർക്കും ടാക്സി വിളിച്ച് അവളെ കൊണ്ടാക്കാന്ന് പറയുമ്പോഴാണ് അവളും ജിയോങ്ങായിട്ട് കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ പോയിക്കോളാന്ന് പറയും. അതിനുശേഷം പാർക്ക് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവൾ അവനോട് ചോദിക്കുന്നത്, ജിയോങ് നിന്റെ പവർ ഇപ്പോഴൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലേ, ഇതിന്റെയൊക്കെ കാരണം ഡോഹിയ, അത് നിനക്കും അറിയാമെന്ന് എനിക്കറിയാം. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും യങ്സി അങ്ങനൊന്നല്ല, ആ ഡാറ്റ എന്റെ തിരിച്ചു വന്ന എന്റെ പവർഫുൾ എനിക്ക് കിട്ടും. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ജിയോങ് അങ്ങനെ പറഞ്ഞ് നീ ആദ്യം നിന്നെ സമാധാനപ്പെടുത്തുക, പക്ഷെ സത്യത്തിൽ നിനക്ക് തന്നെ അറിയാം ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതിന്റെയൊക്കെ കാരണം ആ ഡോഹിയ, അവള് കാരണം നിന്റെ പവർക്ക് നഷ്ടപ്പെടുന്നത്. ഏതിന് ഇവളും പറയുമ്പം അവന്റെ കാര്യത്തിലൊന്നും ഇവൾ ഇടപെടണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവളും വിഷമിച്ച്, അപ്പൊ നിനക്ക് അവൾ അത്രയ്ക്ക് സ്പെഷ്യൽ ആണോ, നീ ഇപ്പോഴൊക്കെ മനുഷ്യരെ പോലെ മാറിക്കൊണ്ടിരിക്കുക. നീയല്ലേ മുമ്പ് ഞങ്ങളോടൊക്കെ പറയാറുള്ള മനുഷ്യരൊക്കെ ഇമോഷൻ കാരണം വീക്ക്നെസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇപ്പൊ നീ തന്നെ അങ്ങനെ ആയിരിക്കുക, നിനക്കത് മനസ്സിലാവുന്നുണ്ടോ? എന്നിന് അവളും പറയുമ്പോ തന്നെ അവന് മിണ്ടായിരിക്കാൻ പറയും. പക്ഷെ അവളൊന്നും കേൾക്കാതെ ഇവനൊരു ഡീമൺ ആണെങ്കിൽ ഒരു ഡീമനെ പോലെ ഇമോഷണലൊന്നും ഇല്ലാതെ ആക്ട് ചെയ്യാൻ പറയും. അതിനുശേഷം ഇവനും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ജിയോങ്ങും അവൾ മിണ്ടായിരിക്കുന്നിട്ട് യങ്സു അല്ലേ ഇവളോട് പറഞ്ഞോ ചോദിക്കും. പക്ഷെ അവളൊന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവനോട് എന്തെങ്കിലും പറഞ്ഞോ ചോദിക്കുമ്പോഴാണ് അവൻ ഒന്നില്ലെന്ന് തന്നെ പറയും. അതിനുശേഷം അന്ന് രാത്രി ഡോഹി അവള് പറഞ്ഞേക്കാലോചിച്ച് ജിയോങ്ങിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കും. കാരണം ഇവള് വിചാരിക്കുന്നത് ഇവള് കാരണം അവ മരിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ ആ ഒരു ഗിൽറ്റിയോടെ അവളുടെ അടുത്ത് മാഡം ജോ ഇരിക്കുന്ന പോലെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. മാഡം ജോ, ഞാൻ അവസാനം തോറ്റ്, എനിക്ക് എന്തോന്ന് അറിയത്തില്ല, ഇതെല്ലാം കണ്ട് ഞാൻ പേടിച്ചു നിർത്തിയ പിന്നെ നിങ്ങൾക്കുള്ള നീതി കിട്ടത്തില്ല. ഏതിന് ഇവള് പറയുമ്പോഴാണ് മാഡം ജോയും പറയുന്നത്, ഡോഹി മരിച്ച വ്യക്തിയെ കുറിച്ചൊന്നും നീ വിഷമിക്കണ്ട, നിനക്കിപ്പോ ഒരു പുതിയ ഫാമിലിയെ കിട്ടിയിട്ടുണ്ട്, നീ എല്ലാം മറന്നിട്ട് നിനക്ക് വേണ്ടി ആദ്യം ജീവിക്ക്, നിന്റെ സന്തോഷമാ എനിക്കും വലുത്. എന്നിന് അവര് പറയുന്ന പോലെ ഇവൾക്കും തോന്നി വിഷമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതോടെ അവൾ അന്ന് രാത്രി തന്നെ സിയോക്കിനെ ഫോൺ വിളിച്ച് അവള് ചെയർവുമൺ ആകുന്നില്ലെന്നറിഞ്ഞ് എല്ലാവരോടും പറയാൻ വേണ്ടി നാളെ മീറ്റിംഗ് വെക്കണം എന്ന് പറയും. കാരണം യങ്സി പറഞ്ഞ പോലെ ഇവള് കാരണം ജിയോങ്ങിന് ജീവന് ഡേഞ്ചർ വരില്ലെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ആയിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ